ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷ്. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സുമായി നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മറവി നമുക്ക് വല്ലാതെ ഉണ്ടാവില്ല. ആർക്കാ മറവില്ലാത്തതില്ല, ഞാനടക്കമുള്ള എല്ലാവർക്കും മറവിയുള്ളതാണ്. പക്ഷേ ഈ മറവി നമുക്ക് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഫ്രണ്ട്സുമായി ചിലപ്പോൾ പിണങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സെറ്റിംഗ്സ്, അതായത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം പേജിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എങ്ങോട്ടെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ പോകുന്ന സമയത്തായിരിക്കും, ഒരു മരിച്ച വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിട്ട് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് വാട്സപ്പിൽ വല്ല മെസ്സേജുകൾ വരിക. ഈ സമയത്ത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കും, പക്ഷെ നമുക്ക് ഒരു റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അത് നമുക്ക് ഫ്രണ്ട്സിനോട് പറയാനും പറ്റില്ല. പക്ഷെ അവർ അതോടുകൂടി എന്താവും, അവർ പണങ്ങും. കാരണം നമ്മുടെ ഒരു മെസ്സേജ് കണ്ടില്ല, ഇതിലൊരു മെസ്സേജ് വരുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് കണ്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ നമ്മൾക്ക് റിപ്ലൈ കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇതെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറില്ലേ? ഇതെല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മളത് കണ്ടില്ലേ, ഈ ഒരു മെസ്സേജ് വന്നു, നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഹായ് ഹലോ എന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഹലോ എന്ന് തിരിച്ചു കൊടുക്കാൻ പോലുള്ള സമയം നമുക്കില്ല. പക്ഷെ അപ്പോഴേക്കും അവരിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണ്. അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കണ്ടില്ലേ, പിന്നെയും അവർ മെസ്സേജ് നമുക്ക് അയച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത്, അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അമർത്തി അങ്ങോട്ട് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം മാർക്ക് ആസ് അൺറീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല, ഒരു പൊട്ടിന്റെ ഒരു ഐക്കൺ വന്ന്, ഒരു ബട്ടന്റെ ഒരു ഐക്കൺ വന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ അടുത്ത ഒരു ഇതിലും കൂടി കണ്ടില്ലേ, അടുത്തൊരു ഫ്രണ്ട് കൂടി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് ഞാൻ എങ്ങോട്ടോ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടോ പോകുന്ന സമയത്താണ് ഈ ഒരു മെസ്സേജ് വരുന്നതെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളൊന്ന് നോക്കി പോയി കഴിഞ്ഞാൽ എന്തായി, ഇത് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് നമ്മൾ റീഡ് ചെയ്തെന്നുള്ള അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ നമുക്കത് റിപ്ലൈ കൊടുക്കാനുള്ള സാവകാശം പലപ്പോഴും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണത്. പക്ഷേ നമുക്കത് എന്ത് ചെയ്യും, 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് മറന്നു പോകും. കാരണം പുതിയ മെസ്സേജുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറന്നു പോകും. കണ്ടില്ലേ, കുറേ മെസ്സേജുകൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മാർക്ക് ആസ് അൺറീഡ് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഈ 2 ആളുകളുടെ നേരെ എന്ത് വന്നിട്ടുണ്ട്, ഈ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം. അതിന് നമുക്ക് 2 വഴികളുണ്ട്. ഒന്ന് മുകളിലുള്ള ആ സെർച്ച് ബട്ടൺ കാണുന്നുണ്ടല്ലോ, മുകളിലുള്ള സെർച്ച് ബട്ടൺ, ആ സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ഇവിടെ കണ്ടില്ലേ, അൺറീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, ആ അൺറീഡിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 2 വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ഓർമ്മ വരും, 2 ആളുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാനുണ്ടെന്നുള്ളൊരു ഓർമ്മയുണ്ടാവും. 2 ആളുകൾക്കും നമുക്ക് കണ്ടില്ലേ, സ്വപ്ന എന്നുള്ളതും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഓപ്പൺ ചെയ്തിട്ട് ഹായ് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നുള്ള രീതിയിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതേപോലെ 2ാമത്തെ ആളതും അതേപോലെ തന്നെ മുകളിൽ ആ ബട്ടൺ കാണുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പലർക്കും ഈ ഒരു ഓപ്ഷൻ അറിയാം, പക്ഷേ അധികം ആളുകളും ഇതൊരു ഓർമ്മിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഈ മാർക്ക് ആസ് അൺറീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്താൽ മതി. വളരെ യൂസ്ഫുൾ ആണ്. എങ്ങനെയുണ്ട്, അടിപൊളി ഓപ്ഷൻ അല്ലേ ഇത്? കാരണം അതായത് മറവി കാരണം നമുക്ക് പല ഫ്രണ്ട്സുമായിട്ട് നമ്മൾ തെറ്റാറുണ്ട്. കാരണം നമ്മൾ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചിട്ട് 2 ദിവസമായി നീ ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിണങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് ആണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.